എന്തിനാണ് അവരുള്ള തേങ്ങ എടുത്ത് പോയിക്കുന്നത്? ബോംബെ ചേച്ചിക്കാ. അവർക്ക് തന്നെ കൊച്ചുളുപ്പാൻ തേങ്ങ എനിക്കറിയാൻ മേല. ഞാൻ പറഞ്ഞിട്ടാ. എന്തിനാണ് തേങ്ങ? അമ്പലത്തിൽ അടിക്കാനാ. എടി എന്റെ വീട്ടിൽ ഞാൻ വിൽക്കാനായിട്ട് തേങ്ങ എടുത്ത് അമ്പലത്തിൽ കണ്ട ആവശ്യം എന്താ? അനിയൻചേട്ടൻ കള്ളുകൂടി നിർത്താൻ വേണ്ടി ഞാൻ എല്ലാ തിങ്കളാഴ്ച ഓരോ തേങ്ങ അടിക്കുന്നുണ്ട്. എന്നിട്ട് കുന്തം. അല്ല, എനിക്കൊരു ചെറിയൊരു സംശയം. ഞാൻ കള്ളുകൂടി നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഷാപ്പിലെ കുട്ടമ്പള്ളിയില്ലേ, അദ്ദേഹം 2 തേങ്ങ അടിക്കുന്നുണ്ട് ദിവസവും. 2 തേങ്ങ. ഈ പ്രത്യേക ചുറ്റുപാടിൽ നിന്റെ ദൈവം അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ? എന്റെ കൂടെ നിൽക്കും. അയാള് കാശിന് വേണ്ടി അടിക്കുന്നത്. ഓ, നീയോ? ഞാൻ അനിയൻചേട്ടന് നല്ലതിന് വേണ്ടി തേങ്ങ അടിക്കുന്നത്. എന്തിനാടി ബോംബേറാണി നീ അവിടെ ഇവിടം വരെ ബുദ്ധിമുട്ട് വന്ന് എന്നെ ഇങ്ങനെ ഉദ്ധരിക്കാൻ നോക്കുന്നു? നിലല്ലേ ഡേ പാത്താ, ആ തേങ്ങ കൊടുത്തരേ. അവിടെ വെച്ചേക്ക്. ഉർമീസ് അവനോട് സംസാരിച്ചില്ലേ? അവൻ എന്തു പറഞ്ഞു? ഞാൻ സംസാരിച്ചതേ ഉള്ളൂ, ഒന്നും അങ്ങോട്ട് തെളിച്ചു പറഞ്ഞില്ല. എന്ന് വെച്ചാൽ ഉടനെ മടങ്ങിപ്പോകുന്നൊരു സൂചന ഞാൻ കാണുന്നില്ല. ഇനിയെങ്കിലും സമാധാനമായിട്ട് കുറച്ചുനാൾ നടക്കില്ലല്ലേ? താൻ എന്താ ഒന്നും മിണ്ടാത്തത്? മറ്റാരാണെങ്കിലും നമുക്ക് എങ്ങനെ വേണേ കൈകാര്യം ചെയ്യാം. ഇതിപ്പോ ആള് നമ്മുടെ അല്ലേന്ന് ചോദിച്ചാൽ ആണ് താൻ, എന്നാ ആണോ എന്ന് ഉറപ്പിച്ചു ചോദിച്ചാൽ അല്ല താൻ. ഇല്ലപ്പാ ഇല്ലപ്പാ കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവേ, മുഴക്കം മൃത്യുവിന്മേൽ അമൃതമാകും ശിവമുഴക്കം. ഈ മുഴക്കം മൃത്യുവിന്മേൽ അമൃതമാകും ശിവമുഴക്കം. മണ്ണിലെ ഇരുളിൽ വേരുകൾ നീട്ടി. ഇവിടുത്തെ അച്ഛനും കപ്പിയാരും ഒക്കെ ഞാൻ തന്നെയാണ്. വല്ലപ്പോഴും ഇവിടെ വന്ന് എന്നോട് കുമ്പസാരിക്കുന്ന ഒരേ ഒരു ഭക്തനാ ഇവൻ, അനിയൻകുട്ടൻ.